ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവൻ ഇല്ലാതെ എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഹണി കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ളത് ഫോണ്ടൻ്റ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഹണി കോമ്പും ഹണി ബീനെയാണ്. അത് ഒരു കേക്ക് നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ കാണുന്ന മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, ഒട്ടും ഹാർഡായിട്ടൊന്നുമില്ല. നമുക്ക് ഓവൻ ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ഞാൻ വിസ്ക് കൊണ്ടാണ് ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഹംലൂസ് കിച്ചൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു കേക്കിനായിട്ട് ആദ്യം ഞാനൊരു ഫ്രൈയിങ് പാന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 100 ഗ്രാം ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 75 ഗ്രാം തേനാണ് ചേർക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ തേൻ ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാരമലായിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബട്ടർ ഞാൻ കുറച്ച് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. ഡാർക്കായിട്ടുള്ള ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഇതിന് പകരമായിട്ടും നിങ്ങൾക്ക് പഞ്ചസാര തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്രൗൺ ഷുഗറൂടെ ഉപയോഗിക്കുമ്പോൾ ഒരു നല്ലൊരു കളർ ഉണ്ടാവും, അതുകൊണ്ടാണ് ചേർത്തിട്ടുള്ളത്. അത് ഒഴിവാക്കിയിട്ട് 1/2 കപ്പും 2 ടേബിൾ സ്പൂണൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ കളറൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇതിലേക്ക് നന്നായിട്ടൊരു കളറ് വന്നിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതേപോലെ നന്നായിട്ട് പതഞ്ഞിട്ട് ഒന്ന് പൊങ്ങി വരും. അപ്പോൾ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം കൂടെ ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് ക്യാരമലായിട്ടാണ് ഇത്രയും നല്ലൊരു കളറിൽ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് കുറച്ചൊരു ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി ഇതിലേക്ക് മുട്ട ചേർക്കുന്നില്ല, കുറച്ച് ചൂടൊന്ന് പോയാൽ മതി. എന്നാൽ അത്യാവശ്യം നല്ല ചൂട് വേണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട ചേർത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ടയിലേക്ക് ഇനി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓറഞ്ചിൻ്റെ നീര് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവും, കേക്ക് നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേനിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ മിക്സ് കുറേശ്ശെ ഇതേപോലെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാതിരിക്കരുത്, അങ്ങനെയാകുമ്പോൾ ഇത് കുറച്ച് ചൂടുള്ളതല്ലേ, അപ്പോൾ ഈ മുട്ട നന്നായിട്ട് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറേശ്ശെയായിട്ട് മൈദ ചേർത്ത് കൊടുക്കുക. മൊത്തത്തിൽ ഈ ഒരു കേക്കിലേക്ക് 2.25 കപ്പ് മൈദയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതേപോലെ ഒരു തടിയുടെ ഒരു ഏതെങ്കിലും സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി അടുത്ത കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ആദ്യം 1/2 കപ്പ് വീതമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ ഒരു നല്ല കളർ കിട്ടിയിട്ടുള്ളത് നമ്മൾ അതിലേക്ക് ബ്രൗൺ ഷുഗർ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ക്യാരമൽ ആയതുകൊണ്ടാണ്. ഇപ്പോൾ 2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കൈകൊണ്ടൊന്ന് കുറച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടെ മൈദ ഒന്ന് വിതറിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ 2.25 കപ്പ് മൈദ വേണം. പിന്നെ നമ്മൾ എടുക്കുന്ന മുട്ടയുടെയൊക്കെ അളവനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ക്രേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു പാകത്തിലാണുള്ളത്. ഒരുപാട് അങ്ങ് ഹാർഡായിട്ടല്ല വേണ്ടത്, കുറച്ച് നമുക്ക് കയ്യിൽ ഒട്ടുന്ന ഒരു പാകത്തിനാണ് ഇത് വേണ്ടത്. പിന്നെ നമ്മൾ ബട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് കയ്യിലേക്ക് അങ്ങ് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല.
അപ്പോൾ ഇതേപോലെ കുറേശ്ശെ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഈക്വൽ സൈസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് താഴെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ ഒരുപാടങ്ങ് സോഫ്റ്റാക്കി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിത് എല്ലാം ഒരേപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. 8 ബോൾസാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ 2.5 കപ്പ് മാവ് എടുത്തതിൽ നിന്നും ഒരു 1/4 കപ്പ് ബാക്കി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 2.25 കപ്പാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ബട്ടർ പേപ്പറൊക്കെ ഇതേപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പം ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കിത് പരത്തിയിട്ട് എടുത്ത് മാറ്റാൻ പറ്റില്ല, ഒട്ടിപ്പോവും. ഒരു റോളർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 6 ഇഞ്ചിൻ്റെ ഒരു ടിന്ന് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മൊത്തത്തിൽ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം കൂടെ കൂട്ടിയിട്ട് 6.5 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന വലുപ്പത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ബാക്കി വന്നിട്ടുള്ളത് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ ഒരു 2-3 എണ്ണം പരത്തി എടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇനി ഇതിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് കുമിളകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ കുത്തി കൊടുക്കണം. അപ്പോൾ എല്ലായിടത്തും തന്നെ നന്നായിട്ട് കുത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ഹോൾസ് ഇല്ലാത്ത ഭാഗം കുമിളകളായിട്ട് പൊങ്ങി വരും. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് പാനിലേക്ക് ഇതേപോലെ ഒരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഏതെങ്കിലും പ്ലേറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു പ്ലേറ്റ് ആയാലും മതി. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാനിൻ്റെ അടിയിലുള്ള ഒരു ഇതാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയിലായിട്ട് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ചൂടാകുമ്പോൾ ഇതിലേക്ക് ഈ ഒരു പരത്തിയിട്ടുള്ള ആ ബട്ടർ പേപ്പറോട് കൂടി തന്നെ എടുത്തു വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരു 6-7 മിനിറ്റ് കൂടുതൽ ഇത് ബേക്ക് ചെയ്യരുത്. ലോയ്ക്കും മീഡിയത്തിനും ഇടയിലായിട്ട് വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയുള്ളതും ഇതേപോലെ പരത്തിയെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫോർക്ക് കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ആദ്യം ബേക്ക് ചെയ്ത ഒരെണ്ണം സൈഡിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് അത് അധികമായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സൈഡ് ഭാഗം ആ ബട്ടർ പേപ്പർ കരിഞ്ഞിട്ട് കുറച്ചൊന്ന് സൈഡ് കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബട്ടർ പേപ്പർ നമ്മൾ ആ ഒരു അളവിൽ തന്നെ വെട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം ബേക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോർക്ക് കൊണ്ട് കുത്താത്ത ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കുറച്ച് കുമിളകളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു ഇതും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഫോർക്ക് കൊണ്ട് നന്നായിട്ട് കുത്തിയിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. ഇത് ഈ ഒരു കേക്ക് നന്നായിട്ട് തന്നെ കുമിളകളൊന്നും ഇല്ലാതെ നല്ലപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമുള്ള 2-3 എണ്ണം ഞാൻ ഫോർക്ക് കൊണ്ട് കുറച്ചേ കുത്തിയിട്ടുള്ളായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ആദ്യത്തെ 2 കേക്ക് ഇതേപോലെ കുറച്ചൊന്ന് ബബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ നിന്നും ഒരു പീസ് ഞാൻ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, ആദ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ക്രംസ് ആക്കിയിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു കേക്കിലേക്ക് ഹണി കോംബ് റെഡിയാക്കുന്നത് ഞാൻ ഈ ഒരു പാനിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഹണി ബീയും ഫോണ്ടൻറ്റും കൊണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബബിൾ റാപ്പിൻ്റെ ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹണി കോംബ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളൊക്കെ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് വിസ്കും. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഐസിങ് ഷുഗറോട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് ബീറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. എന്നാലും നന്നായിട്ട് തന്നെ നമുക്ക് സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എടുത്തിട്ടുള്ളത് ഞാൻ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ്.
ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീക്ക് യോഗർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വിപ്പിംഗ് ക്രീം നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ വിപ്പിംഗ് ക്രീം കുറച്ച് പാലൂടെ ചേർത്തിട്ട് ഒരു ദിവസം വെച്ചിരുന്ന് നമ്മൾ കുറച്ച് വിനാഗിരിയോ നാരങ്ങാനീരൂടെ ഒഴിച്ചിട്ട് ഒരു ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ചെടുക്കുമ്പോഴാണ് ഗ്രീക്ക് യോഗർട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം മാത്രം ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പാല് തൈരാക്കുന്നത് പോലെ തന്നെ വിപ്പിംഗ് ക്രീം തൈര് പോലെ കുറച്ച് വിനാഗിരിയും ഇതും ചേർത്തിട്ട് പുളിപ്പിച്ചെടുത്താൽ മതി. ഒരു ദിവസം വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തണുത്ത പാലെടുത്തിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മുക്കിയിട്ട് വേണം കേക്ക് ലെയർ ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഓരോ പീസും എടുത്തിട്ട് ഒന്ന് രണ്ട് സൈഡും ഒന്ന് മുക്കിയിട്ട് കേക്കിൻ്റെ ആ ഒരു ബേസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് ക്രീം മാത്രം മതി. അടുത്ത ലെയറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ആ പാലിലേക്ക് മുക്കി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതത്ര ഒരുപാട് കനമുള്ള കേക്കല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ കേക്ക് എല്ലാ ലെയറുകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ലെയറാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. കറക്റ്റ് ഒരു 6 മിനിറ്റ് അല്ല 7 മിനിറ്റ് കൂടുതൽ ബേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ കേക്ക് ഹാർഡായി പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ 180 ഡിഗ്രിയിൽ 7 മിനിറ്റ് 6 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. 6 മിനിറ്റ് വെച്ച് നോക്കിയിട്ട് ഒരു നല്ല ബേക്കായിട്ടുണ്ടെങ്കിൽ പുറത്തെടുത്താൽ മതി. അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ക്രീമിൻ്റെ ആവശ്യമില്ല. മുകളിലും സൈഡിലും ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നീട് ഇതിലേക്ക് കേക്കിൻ്റെ പൗഡർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തണുപ്പിച്ചിട്ട് ഇതിലേക്ക് മുകളിലേക്ക് കേക്കിൻ്റെ പൗഡർ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്കൊരു അലുമിനിയത്തിൻ്റെ ഒരു ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പൊടിയൊക്കെ താഴേക്ക് ആവാതിരിക്കാനാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുകളിലേക്കും സൈഡിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡിലേക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് എറിഞ്ഞു കൊടുത്താൽ മതി. എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡായി കിട്ടും. എന്നിട്ട് ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ളത് തട്ടിക്കളയുന്നുണ്ട്. കേക്ക് ബോർഡിൻ്റെ സൈഡിലും ഒക്കെ ഈ ബ്രഷ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ സ്പാച്ചില ഉപയോഗിച്ചിട്ട് നീക്കിയെടുത്താലും മതി. വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് സ്പാച്ചില ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകളിലായിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള ഫോണ്ടൻറ്റ് വെച്ച് ചെയ്തിട്ടുള്ളത് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കാം. എന്നിട്ട് കുറച്ച് തേനൊന്ന് അതിൻ്റെ ഓരോ ഹോൾസിലായിട്ടും കുറച്ച് തേനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഹണി ബീന് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. 1 മണിക്കൂറൊക്കെ വെച്ചപ്പോൾ തന്നെ കുറച്ചൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു രാത്രിയിൽ ഫുള്ള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹണി കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്